കൃഷി ഒരു സംസ്കാരമാവണം. ഇത്തരത്തിൽ കൃഷി സംസ്കാരമാക്കിയ ഒരു ഗവൺമെൻറ് റിട്ടയർഡ് ഉദ്യോഗസ്ഥനെയാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹം ചെയ്തിട്ടുള്ള വളരെ വെറൈറ്റി ആയതും എല്ലാവർക്കും മാതൃകയാക്കേണ്ടതുമായ ഒരു കൃഷി രീതിയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത്തരത്തിൽ ടെറസിൻ്റെ മുകളിലെ കൃഷി രീതി ചെയ്യാൻ നിങ്ങൾക്ക് ധാരാളം പറമ്പും ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കൃഷി രീതിയിലേക്ക് നിങ്ങൾ വരാൻ കാരണം? അതായത് എനിക്ക് കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിലും അവിടെ കോഴി ശല്യം നല്ലതുണ്ട്. ഞാൻ കുറച്ച് കോഴികളെയും വളർത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോഴികൾ ഇതിൻ്റെ ഇല മുഴുവൻ തിന്ന് ഇത് നശിപ്പിക്കും. അപ്പോൾ ടൈം പാസിങ്ങുമായി വല്ലതും കിട്ടിയാൽ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുക. ടെറസിൽ സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ തോന്നിയൊരു ഐഡിയയാണ്. ഇവിടെ ഏതെല്ലാം രീതിയിലുള്ള കൃഷി രീതികളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? എളുപ്പമുള്ള കൃഷി എന്ന് പറഞ്ഞാൽ തക്കാളി ഉണ്ട്, പിന്നെ പച്ചമുളക് ഉണ്ടാക്കിയിട്ടുണ്ട്, വഴുതന ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കാബേജ് വലുതായിട്ടില്ല, അപ്പോൾ അടുത്ത് നട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇതാണ് പിന്നെ മെയിൻ കൃഷി ഇപ്പോൾ ടൈം പാസിങ്. പിന്നെ പയറുണ്ട്, പിന്നെ നാരങ്ങ, അതേപോലെ തന്നെ കുറേ ചേനുണ്ട്, ചീരകൃഷി, ഇഞ്ചി ചെയ്യുന്നുണ്ട്, കറിവേപ്പ്, ഇത്യാദി സാധനങ്ങൾ. ഈ വീടും പരിസരവും ഞങ്ങൾ ചുറ്റി നടന്നപ്പോൾ കണ്ടത് വിവിധങ്ങളായ കൃഷി രീതികൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്, ഇവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ മത്സ്യകൃഷി നടത്തുന്നുണ്ട്. ഈ മത്സ്യകൃഷിക്ക് ഇവരെ സഹായിക്കുന്നത് ഇവരുടെ മകനാണ്. ഇവരുടെ വീടും പരിസരവും നമ്മൾ നടന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്, ഒരു ഇഞ്ച് ഭൂമി പോലും വെറുതെ വിടാതെ അവിടെ എല്ലാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ കൃഷികളും ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവിടെ കാണാൻ കഴിഞ്ഞ മറ്റൊരു പ്രത്യേകത, വിവിധ ഇനത്തിൽപ്പെട്ട വാഴക്കൃഷി നടത്തുന്നുണ്ട്. അതേപോലെ നമ്മുടെ നാട്ടിലൊന്നും കണ്ടുവരാത്ത ഏലക്കൃഷി, എടുത്തു പറയേണ്ട ഒന്നാണ്, ഏലക്കൃഷി ഇവിടെയുണ്ട്. പിന്നീട് ഇവിടെ കാണപ്പെട്ട ഒന്നാണ് മാതോളി നാരങ്ങ. മുറ്റത്ത് കായ്ച്ചു നിൽക്കുന്ന മാതോളി നാരങ്ങ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ബയോഗ്യാസ് ഈ വീട്ടിലുണ്ട്. അതുപോലെ അലങ്കാര മത്സ്യം, അലങ്കാര പക്ഷികളെ എന്നിവയും ഈ വീട്ടിൽ വളർത്തി വരുന്നുണ്ട്. 70ാമത്തെ വയസ്സിലും സ്വന്തമായി കൃഷി ചെയ്ത് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇദ്ദേഹം നമുക്കൊക്കെ ഒരു മാതൃകയാണ്. ഇദ്ദേഹത്തിനിരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്.